യെസ്, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 23ലേക്ക് മൂവ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇസ് ഫ്രം ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. എ സ്ക്വയർ ലൂപ്പ് ഓഫ് സൈഡ് 10 cm ആൻഡ് റെസിസ്റ്റൻസ് 0.7 ohm ഈസ് പ്ലേസ്ഡ് വെർട്ടിക്കലി ഇൻ ഈസ്റ്റ് വെസ്റ്റ് പ്ലെയിൻ. ഈസ്റ്റ് വെസ്റ്റ് പ്ലെയിൻ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ഇതാണ് മക്കളെ ഈസ്റ്റ്, ഇതാണ് വെസ്റ്റ്. സോ ഈസ്റ്റ് വെസ്റ്റ് പ്ലെയിന് വെർട്ടിക്കലായിട്ട് വെക്കുക എന്ന് പറയുമ്പോൾ ആ വരച്ചിരിക്കുന്നത് ശരിക്കും ടോപ്പ് വ്യൂ ആയിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്താൽ മതി. ഇറ്റ്സ് എ ടോപ്പ് വ്യൂ. ഈ ഒരു പ്ലെയിൻ, അതായത് ഈ ഒരു പ്ലെയിൻ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ടോപ്പ് വ്യൂ ആയിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യാം. അതായത് ഇത് അകത്തേക്ക് പോകുന്നു, വെർട്ടിക്കലി അകത്തേക്ക്, ഈസ്റ്റ് വെസ്റ്റ് പ്ലെയിന് വെർട്ടിക്കലി അകത്തേക്ക് പോകുന്നു. സോ അതിൻ്റെ ഏരിയ വെക്ടർ എങ്ങോട്ടേക്ക് ഉണ്ടാവുക? ഏരിയ വെക്ടർ ടുവാർഡ്സ് ദിസ് ഡയറക്ഷൻ അല്ലേ. സോ ഇത് ഞാൻ വൈ ആക്സും ഇത് എക്സ് ആക്സും ആക്കി എടുക്കുകയാണെങ്കിൽ ഏരിയ വെക്ടർ എ ജെ ക്യാപ്പ് എന്ന് വരും. ദെൻ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് 0.20 ടെസ്ല ഈ സെറ്റപ്പ് അക്രോസ് ദ പ്ലെയിൻ ഇൻ ദ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ് എന്ത് വന്നിരിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ദിസ് ക്യാൻ ബി ടേക്കൺ ആസ് മാഗ്നറ്റിക് ഫീൽഡ്. ഇപ്പോൾ ഇതിനെ നമ്മൾ 2 കോമ്പണൻസ് ആക്കി എടുക്കുമ്പോൾ ദാറ്റ് വിൽ ബി 45. സോ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബി കോസ് 45 ഐ ക്യാപ്പ് പ്ലസ് നിങ്ങൾ പറ ബി സൈൻ 45 ജെ ക്യാപ്പ് എന്ന് വരും. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ബി ബൈ √2 ഐ ക്യാപ്പ് പ്ലസ് ബി ബൈ √2 ജെ ക്യാപ്പ്. ദ വാല്യൂ ഓഫ് ബി ഈസ് ഗിവൺ എത്രയാ? 0.2 by √2 I cap plus 0.2 by √2 J cap. This is magnetic field. So ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ബി ഡോട്ട് എ ആണ്. സോ ഏരിയ ഇൻ ജെ ക്യാപ്പ് ആയതുകൊണ്ട് ജെ വാല്യൂ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. 0.2 by √2 ഇൻറ്റു ഏരിയ വെക്ടർ ഈസ് ഗിവൺ ദാറ്റ് ഏരിയ ഈസ് 10 cm, നോട്ട് ഏരിയ, ദാറ്റ് സൈഡ് അല്ലേ. അപ്പോൾ ഏരിയ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കണം. അപ്പോൾ 10 cm 10 × 10⁻⁻², ദാറ്റ് വിൽ ഗിവ് 10⁻⁻1. അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 10⁻⁻2 എന്ന് വരും. സോ നമുക്ക് 2 × 10⁻³ ഡിവൈഡ് ബൈ √2 ഓർ √2 × 10⁻³ ആയിരിക്കും ഇനീഷ്യൽ ഫ്ലക്സ്. ആൻഡ് വാട്ട് ഈസ് φ2? The magnetic field is decreased to 0 in 1 second. Magnetic field 0 ആയി കഴിഞ്ഞാൽ ഫ്ലക്സ് 0 ആയിരിക്കും. സോ ചേഞ്ച് ഇൻ ഫ്ലക്സ് ആണല്ലോ അവിടെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാക്കുന്നത്. ∆φ ഡിവൈഡ് ബൈ ∆t. ചേഞ്ച് ഇൻ ടൈം 1 ആണ്. ചേഞ്ച് ഇൻ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലക്സ് 0 ആണ്, ഒരു ഫ്ലക്സിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട്. സോ ചേഞ്ച് ഇൻ ഫ്ലക്സ് വിൽ ബി √2 × 10⁻³ ഡിവൈഡ് ബൈ 1, ദാറ്റ് വിൽ ഗീവ് √2 × 10⁻³ വോൾട്ട്. സോ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും മക്കളെ? 2 ആയിരിക്കും. താങ്ക് യു.